ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റത്തെ നോമ്പിന് എടുത്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ആണ്. അന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാ അത്താഴത്തിന് എല്ലാവരും 4 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. മക്കളെല്ലാവരും തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഷെയ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അത്താഴത്തിന് എഴുന്നേൽക്കാത്തത്. അപ്പോൾ എല്ലാവരും അത്താഴമൊക്കെ കഴിച്ച് ഇപ്പോൾ ഇതാ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. അങ്ങനെ നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് നേരം കൂടെ ഉറങ്ങിയതിന് ശേഷമാണ് പിന്നെ എഴുന്നേൽക്കൽ. ബാക്കിയുള്ള പണികളൊക്കെ പിന്നെ എഴുന്നേറ്റിട്ടാണ് ചെയ്യാറ്. അപ്പോൾ ഇതാ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഷെയ്യൊക്കെ എഴുന്നേറ്റ്. ഷെയ്യത് അവിടെ അകമൊക്കെ അടിച്ചു വാരുന്നുണ്ട്. ഷെയ്സിന് മാത്രമാണ് അന്നത്തെ ദിവസം നോമ്പില്ലാതിരുന്നത്. അപ്പോൾ അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് കിച്ചണിൽ കയറിയതാണ്. ഫ്രിഡ്ജിൽ കുറച്ച് ദോശമാവ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ച് ദോശ ഉണ്ടാക്കുകയാണ്. ഷെയ്സിന് നോമ്പെടുക്കൂലേ? ചായ കുടിച്ചിട്ടില്ലേ? ബൂസ്റ്റ് കുടിച്ചിട്ടില്ലേ? ചൂട്. ഇനി ഇവിടെ സിറ്റ് ഔട്ടിൽ വെച്ചിട്ടുള്ള അകത്ത് വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ ഒന്ന് നനച്ചു കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ പ്ലാന്റ്സ് ഒക്കെ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് കേട്ടോ നനച്ചു കൊടുക്കാറ്. ആദ്യമൊക്കെ ഞാൻ സ്പ്രേ ചെയ്തിട്ടാണ് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ചെടിക്ക് അധികമാണ് വെള്ളം കിട്ടണില്ല എന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ റാക്കിലേക്ക് എടുത്ത് വെച്ചിട്ട് നല്ലോണം ഒഴിച്ചിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് തന്നെ നനച്ചു കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടെ നന്നായിട്ടൊക്കെ പ്ലാന്റ്സ് വളരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ പ്ലാന്റ്സ് ആ സ്റ്റാൻഡിൽ നിന്ന് എടുത്തു വെച്ച് നനയ്ക്കുന്ന സമയത്ത് സ്റ്റാൻഡ് ഒന്ന് തുടച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ നല്ല വൃത്തിയായിട്ട് തന്നെ എപ്പോഴും നിന്നോളും. ഇപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് പള്ളിയിൽ പോകുന്നത് വരെ, ഉച്ചയ്ക്ക് പള്ളിയിൽ പോകുന്നത് വരെ ഓതിയിട്ട് ഇവിടെ ഇരിക്കും കേട്ടോ. അപ്പോൾ പ്ലാന്റ്സ് എല്ലാം നനച്ച് ഇവിടേക്ക് ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇനി ബെഡ്റൂം ഒന്ന് ക്ലീൻ ചെയ്യണം.
ഷേസേൻ്റെ അതേ ഓൺലൈൻ ക്ലാസ് കയറിയിട്ടുണ്ട്. അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസം ക്ലാസ് ഉണ്ട്. അകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും ഷേയും കുളിയൊക്കെ കഴിഞ്ഞു. പിന്നെ ലോറൊക്കെ നിസ്കരിച്ച് ഓത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ കിച്ചണിൽ കയറുന്നത്. ഷെയ്സ് ഇവിടെ അസ്കർ ഖാൻ്റെ കൂടെ നിസ്കരിക്കുന്നുണ്ട്. ഷെസിനും അതുപോലെ തന്നെ ഷെയ്ൻ്റെ മക്കൾക്കൊക്കെ നോമ്പുണ്ട്. അപ്പോൾ അവരൊക്കെ കൂട്ടത്തോടെ നിന്നിട്ട് നിസ്കരിക്കണമൊക്കെ കണ്ടിട്ട് ഇവന് വന്നിട്ട് നിസ്കരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ലോറൊക്കെ നിസ്കരിച്ചതിന് ശേഷം കിച്ചണിൽ കയറി. അപ്പോൾ ഫസ്റ്റത്തെ നോമ്പല്ലേ, അപ്പോൾ പത്തിരി തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്നാക്കായിട്ട് സ്റ്റഫ്ഡ് പിസയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. പിന്നെ കുറച്ച് ചില്ലി ചിക്കൻ മസാല ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഗരം മസാല പൊടിച്ചത്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ കുറച്ച് വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പത്തിരി ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. കുറേ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പത്തിരിക്കുള്ള പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ്. ഇനി നമുക്ക് പിസ്സ ഡോ തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊരു 2 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി നമുക്ക് പത്തിരിയിലേക്കുള്ള ചിക്കൻ കറി റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് കുക്കറിലിട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു വിസിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഈ സമയം നമ്മൾ പിസ്സയിലേക്കുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ചിക്കൻ കറിയിലേക്കുള്ള ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. നമ്മളിവിടെ ഷിംല മിർച്ചി ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. സവാള വേഗത്തിൽ വഴന്നു വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം ഷെയ്യുടെ പത്തിരി പരത്തുന്നുണ്ട് കേട്ടോ. സവാള ഏകദേശം വഴന്നു വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ഷിംല മിർച്ചി അതായത് ക്യാപ്സിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ഞാനിവിടെ പച്ച എടുത്തിട്ടുണ്ട്, മഞ്ഞ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മതി, ഏതായാലും കുഴപ്പമില്ല.
അപ്പോൾ അങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമ്മൾ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിലത്തെ ഗ്രേവി അടക്കമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ചിക്കനൊക്കെ ഒന്ന് ഈ ഒരു മസാലയിൽ കടന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് കറിയിലേക്കുള്ള തേങ്ങാപ്പാലൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കാഷ്യൂ ഒന്ന് അരച്ചെടുക്കണം. ഒരു 8-10 കാഷ്യൂ നേരത്തെ ഞാൻ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുകയാണ്. ഇനി നമ്മൾ കറിയിലേക്ക് ഒരു തക്കാളി ഒന്ന് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്താണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി അധികം വെന്ത് ഉടഞ്ഞു പോകരുത്. ഇനി നമ്മൾ നേരത്തെ അരച്ച കാഷ്യൂ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഓരോരുത്തരും ഇവിടെ നോമ്പ് പിടിച്ചിട്ട് ടയേർഡായി കിടക്കുകയാണ് കേട്ടോ. ഷെയ്ൻ്റെ മോനാണ് ഇപ്പോൾ ഇവിടെ ടേബിളിൽ വന്ന് കിടന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ അധികം തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അവസാനമായിട്ട് ഇതാ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇതാ പത്തിരിയും ചുട്ടെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ കറി റെഡിയായി. ഇനി നമുക്ക് അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള ചോറൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അവിടെ വിറകടുപ്പ് കത്തിച്ചിട്ടുണ്ട്. പത്തിരിയും കറി ആയതിനു ശേഷം പിന്നെ അടുപ്പൊക്കെ കത്തിച്ചിട്ട് അത് പിന്നെ നമ്മൾ അസറൊക്കെ നിസ്കരിച്ച് വന്നതിന് ശേഷമാണ് പിന്നെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം 1.5 കപ്പോളം ഷ്രെഡഡ് ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം പച്ച കളറിലും അതുപോലെ തന്നെ മഞ്ഞ കളറിലുള്ള ക്യാപ്സിക്കവും ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സവാള ചേർത്തു. ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മളുടെ പിസ്സയിലേക്കുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ ഇത്. ഇതിനിടയിൽ വേറെയും ചില പണികളൊക്കെ നടക്കുന്നുണ്ട്. തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ചോറിനുള്ള അരി ഇതാ ഉമ്മ ഇവിടെ ഇടുന്നുണ്ട്. മീനും ഒക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാലയൊക്കെ പുരട്ടുന്നുണ്ട്. അങ്ങനെ ഓരോരോ പണികൾ അത്താഴത്തിന് വേണ്ടിയുള്ളതും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ പിസ്സയിലേക്കുള്ള ഫില്ലിങ് റെഡിയായി. ഇനി പിസ്സ സോസ് റെഡിയാക്കണം. ഇൻസ്റ്റൻറ്റ് സോസാണ് റെഡിയാക്കുന്നത്. കുറച്ച് കെച്ചപ്പും പിന്നെ കുറച്ച് ഒറിഗാനോ, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ പിസ്സ സോസ് റെഡിയായി. അപ്പോൾ ഇതാ നമ്മളുടെ വീട്ടിലെ മുളക് മരത്തിൽ നിന്ന് അല്ലെങ്കിൽ മുളക് ചെടിയിൽ നിന്നുണ്ടായ മുളകാണ് കേട്ടോ. ഷെയ് പറിച്ച് കൊണ്ടുവന്നതായിരുന്നു. അപ്പോൾ നമ്മളുടെ പിസ്സ സോസും അതുപോലെ തന്നെ ഫില്ലിങ്ങും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളുടെ ഡോ എടുത്തിട്ട് ഓരോന്നും പരത്തിയിട്ട് അതിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതാ ഡോ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മളിവിടെ 11 ആളുകളാണുള്ളത്. അപ്പോൾ 11 പിസ്സയാണ് ഉണ്ടാക്കുന്നത്. സ്റ്റഫ്ഡ് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ പൊടി ഇട്ട് കൊടുത്തിട്ട് ഓരോ ബോൾസും എടുത്തിട്ട് പരത്തി കൊടുക്കുകയാണ്. പരത്തിയതിന് ശേഷം ഇതാ നമ്മളുടെ പിസ്സ സോസ് അതിന് മുകളിൽ തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങും കൂടെ വെച്ചിട്ട് ഒരു ബോക്സ് രൂപത്തിലൊന്ന് മടക്കിയെടുക്കുകയാണ്. നമ്മൾ മടക്കുന്ന സമയത്ത് അതൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളം ആ ഒരു ഡോയിൽ തേച്ച് കൊടുത്താൽ മതി. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതവിടെ ഒട്ടി നിന്നോളും. ഇങ്ങനെ ഓരോ ബോക്സും റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഒരു ട്രേയിൽ കുറച്ച് ഓയിൽ പുരട്ടിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബോക്സ് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഓരോ ബോക്സും റെഡിയാക്കി എടുക്കാം.
ഓരോ ബോക്സ് റെഡിയാക്കി നമ്മൾ ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലൊന്ന് എഗ് വാഷ് ചെയ്യണം. ഒരു മുട്ട പൊട്ടിച്ചിട്ട് അതിന് മുകളിൽ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 200 ഡിഗ്രിയിലാണ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ മുകളിലൊരു ബ്രൗൺ കളർ ആവുന്നവരെയാണ് ബേക്ക് ചെയ്യേണ്ടത്. ഇവിടെ സ്ട്രോബെറിയും അതുപോലെ തന്നെ റോബസ്റ്റും വെച്ചിട്ട് ജ്യൂസ് അടിച്ചെടുക്കുകയാണ്. നമ്മൾ നേരത്തെ ഫ്രീസ് ചെയ്ത് വെച്ച ഫ്രൂട്ട്സ് ആയിരുന്നു. അപ്പോൾ അതാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റൗവിൽ എങ്ങനെ ബേക്ക് ചെയ്തെടുക്കാൻ നോക്കാം. ഞാനൊരു പാൻ വെച്ചിട്ട് അതിനുള്ളിലൊരു റിങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിന് മുകളിൽ നമ്മളൊരു ട്രേയിൽ നമ്മളുടെ ബേക്ക് ചെയ്യാനുള്ള സംഭവം വെക്കുക. അപ്പം എന്നിട്ടിത് അടച്ചു വെച്ച് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഷേസിന് അതൊക്കെ ഇവിടെ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. ഇതാ നമ്മളുടെ സ്റ്റഫ്ഡ് പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നോമ്പ് തുറക്കാനുള്ള സമയമായി തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെക്കുകയാണ്. അങ്ങനെ ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പൊക്കെ തുറന്നു. ഇനി നമ്മളുടെ സ്റ്റഫ്ഡ് പിസ്സ ഒന്ന് കഴിച്ച് നോക്കാം. ഇതാ നല്ല ചീസൊക്കെ ഉള്ളിലുണ്ടായിട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി കഴിച്ച് നോക്കട്ടെ. എന്നാലും കഴിച്ചിട്ടും നല്ല അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ പത്തിരിയും കറിയൊക്കെ കഴിക്കുന്നത്. അപ്പോൾ കറിയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻസിലൂടെ അറിയിക്കുക. അങ്ങനെ പത്തിരിയൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അത്താഴത്തിന് വേണ്ടിയിട്ട് കുറച്ച് മീനും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഇതാ മീൻ ഫ്രൈ ചെയ്തതും റെഡി ആയിട്ടുണ്ട്. പിന്നെ പച്ചക്കായ ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഇതാ ചിരങ്ങ താളിച്ചത് അതും കൂടെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ അത്താഴത്തിനുള്ളതും എല്ലാം റെഡിയായി. കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ നമ്മളുടെ തറാവിയും കൂടെ നിസ്കരിച്ച് കഴിഞ്ഞാൽ അന്നത്തെ ആ ഒരു ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.